ആ കാണുന്നില്ലല്ലോ, ഒന്നും അറിയാൻ പറ്റത്തില്ല ജീവിതത്തിൽ. ഒരു ക്യാമ്പസിന് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്മേറ്റ്സിന് ശേഷം ഒരു കണ്ണു നിറയ്ക്കുന്ന ഒരു സിനിമയാണ്. ശ്രീനാഥ് ബാസിയും അശ്വിൻ ലാലൊക്കെ മികച്ച രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കീർത്തന സുരേഷും മികച്ചതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു ക്യാമ്പസ് ഓറിയന്റഡ് ഇമോഷണൽ ഡ്രാമയാണ്. സീമാജിദാരൊക്കെ മികച്ചതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സുധീഷ്, അങ്ങനെ കുറേ സ്റ്റാർ കാസ്റ്റ് എടുത്ത് പറയേണ്ട ഒരു സിനിമയാണ്. LLB എന്ന് പറഞ്ഞ ഒരു ക്യാമ്പസ് ഓറിയന്റഡ് സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ കാണേണ്ട ഒരു ഇമോഷണൽ ഡ്രാമയാണ്. ശ്രീനാഥ് വാസിയുടെ ഒരു കുറേ നാളുകൾക്ക് ശേഷമുള്ള ഒരു നല്ലൊരു ചിത്രമാണ്. അതേപോലെ തന്നെ അശ്വന്ത്, വൈശാഖ്, സീമാജി നായർ, സുധീഷ്, അനൂപ് മേനോൻ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. എല്ലാവരും ത്രില്ലർന്ന് അങ്ങനെ കുഴപ്പമില്ല. ഒരു വന്ന കഥകളാണെങ്കിലും നമ്മൾക്ക് ഒരു സിനിമ എന്നുള്ള രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന എല്ലാ ഘടകങ്ങളും ചേർന്നിട്ടുള്ള ഒരു ചിത്രമാണ്. പിന്നെ പാട്ടുകളാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. എല്ലാ പാട്ടുകളും മനോഹരമായിട്ടുള്ള പാട്ടുകളാണ് LLBയിലെ. തീർച്ചയായിട്ടും ബോറടിക്കാത്ത രീതിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റിയൊരു ചിത്രമാണ്. ഗുഡ് മൂവി. ഒരു നല്ല പാട്ടുകൾ, നല്ല പിന്നെ ക്യാമറ, നല്ല ഡയറക്ഷൻ, നല്ല ഒരു സ്റ്റോറി ഉണ്ട്. കണ്ടിരിക്കാൻ പറ്റിയ ഒരു സ്റ്റോറി. യൂത്തിന് ഇഷ്ടപ്പെടും. ഇപ്പോൾ പടം രക്ഷപ്പെടും. നല്ല അഭിനയം ഉള്ള എല്ലാ ക്യാരക്ടേഴ്സും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഒരു ചെറുപ്പക്കാർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ശ്രീനാഥ് ബാസിയൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഫീൽ ഗുഡ് മൂവി. ഫാമിലിക്ക് ഇഷ്ടപ്പെടും, പിന്നെ യൂത്തിന് ഇഷ്ടപ്പെടും. പടം വളരെ നന്നായി വന്നിട്ടുണ്ട്. ഞാനതിലൊരു CA ആയിട്ടുള്ളൊരു റോള് ചെയ്തിട്ടുണ്ട്. കുറച്ച് നാളുകളായിട്ട് ഞാൻ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നല്ലൊരു ഉത്തരവാദിത്തമുള്ള ഒരു ക്യാരക്ടർ സാറ് തന്നു. അത് വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളെല്ലാവരും കാണണം. താങ്ക് യു. നല്ല സസ്പെൻസാണ്, നല്ല എൻജോയ്, ഒരു ബോറടി, നല്ല ഫുൾ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു എന്താണ് വരാൻ പോണേന്നുള്ളത്. നന്നായിരുന്നു, അടിപൊളി.